Dear students, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ആശയങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്തായി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ്റെ അയനവും അതേസമയം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്ന ഋതുക്കളെ സംബന്ധിച്ചാണ്. Apparent movement of the sun and seasons experienced in the northern and southern hemisphere. From March 21st to September, from March 21st to June 21st. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലം സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്. Apparent movement of the sun is from the equator to the Tropic of Cancer. Then during this period, northern hemisphere experiences spring season. On the other hand, southern hemisphere experience autumn season. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ആയി. നെക്സ്റ്റ്, ഫ്രം ജൂൺ 21st ടു സെപ്റ്റംബർ 23. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലം. Apparent movement of the sun is from Tropic of Cancer to the equator. സൂര്യൻ്റെ അയനം ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കായി. ഈ കാലയളവിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് സമ്മർ സീസൺ. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണകാലം അനുഭവപ്പെടും. സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് വിന്റർ സീസൺ. ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലം. Then from September 23rd to December 22nd. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലം. Apparent movement of the sun is from the equator to the Tropic of Capricorn. സൂര്യൻ്റെ അയനം ഈ കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കായി. During this period, ഈ കാലയളവിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് autumn season. On the other hand, southern hemisphere experiences spring season. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും. From December 22nd to March 21st. അതായത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലം. സൂര്യൻ്റെ അയനം എവിടെ അങ്ങോട്ടാണ് നോക്കൂ. അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. Apparent movement of the sun is from Tropic of Capricorn to the equator. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഉഷ്ണകാലവുമായി. During this period, northern hemisphere experiences winter season and southern hemisphere experiences summer season. ഈ ആശയം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ കേട്ട ആശയമാണ് ഉത്തരായന കാലം, ദക്ഷിണായന കാലം. നിങ്ങൾ പഴയ ക്ലാസ്സിലൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈ ആശയങ്ങൾ? ഈ ആശയങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരായനം, ഉത്തരം മീൻസ് വടക്ക്. ഉത്തരായനം, സൂര്യന്റെ ഉത്തരായനം, സൂര്യന്റെ വടക്കോട്ടേക്കുള്ള അയനം. നിങ്ങൾ നോക്കൂ, on December 22nd, sun reaches vertically over the Tropic of Capricorn. ഡിസംബർ 22 സൂര്യൻ
ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. അതിനുശേഷം സൂര്യൻ അയനം ചെയ്യുന്നത് വടക്കോട്ടേക്കാണ്, ഉത്തരം. After 22nd December, sun moves towards or apparent movement of the sun, that is towards north. ഇതാണ് സൂര്യന്റെ ഉത്തരായനം. This is ഉത്തരായനം. As a part of this ഉത്തരായനം, you know, sun reaches vertically over the equator on March 21st. Then on June 21st, sun reaches vertically over the Tropic of Cancer. സൂര്യന്റെ ഈ അയനത്തിന്റെ ഭാഗമായി സൂര്യൻ മാർച്ച് 21-ന് ഭൂമധ്യരേഖയ്ക്ക് മുകളിലും ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് മുകളിലും വരുന്നു. ഈ അയനമാണ്, വടക്കോട്ടേക്കുള്ള സൂര്യന്റെ അയനമാണ് ഉത്തരായനം. This is known as ഉത്തരായനം. Next, ദക്ഷിണായനം. ദക്ഷിണായനം മീൻസ് തെക്കോട്ടേക്കുള്ള സൂര്യന്റെ അയനം. ജൂൺ 21-ന് സൂര്യൻ എവിടെയാണ്? ഉത്തരായന രേഖയ്ക്ക് മുകളിൽ. On June 21st, sun vertically reaches over Tropic of Cancer. After June 21st, sun moves towards south. ജൂൺ 21-ന് ശേഷം അങ്ങോട്ടേക്ക് സൂര്യൻ അയനം ചെയ്യുന്നു, തെക്കോട്ടേക്ക്, ദക്ഷിണായനം, തെക്കോട്ടേക്ക് അയനം ചെയ്യുന്നു. സൂര്യന്റെ ഈ അയനമാണ് ദക്ഷിണായനം. As a part of this, you know, sun reaches vertically over the equator on September 23rd. സൂര്യന്റെ ഈ അയനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 23-ന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നു. ദെൻ തെക്കോട്ടേക്ക് അയനം ചെയ്യുന്ന സൂര്യൻ ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ വരുന്നു. അതായത് ഉത്തരായനം, ദക്ഷിണായനം കൃത്യമായി മനസ്സിലാക്കുക. അതായത് ഡിസംബർ 22 മുതൽ സൂര്യന്റെ വടക്കോട്ടേക്കുള്ള അയനമാണ് ഉത്തരായനം. ജൂൺ 21-ന് ശേഷം സൂര്യന്റെ തെക്കോട്ടേക്കുള്ള അയനമാണ് ദക്ഷിണായനം. ഈ രണ്ട് ആശയങ്ങളെ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. And you know about you have idea about temperatures. നിങ്ങൾക്ക് താപീയ മേഖലകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകുമെന്ന് വിചാരിക്കും. ഏതൊക്കെയാണ് താപീയ മേഖലകൾ? ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യമേഖല. ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. ഇതാണ് 3 താപീയ മേഖല. ഈ 3 താപീയ മേഖലകളിൽ ഋതുക്കൾ, സീസൺസ് വളരെ കൃത്യമായി അനുഭവപ്പെടുന്നത് മിതോഷ്ണ മേഖലയിലാണ്, മിഡ് ലാറ്റിറ്റ്യൂഡിനൽ റീജിയനിലാണ്. ആ ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. അടുത്തതായി നമുക്ക് വിശദീകരിക്കാനുള്ളത് സമയത്തെക്കുറിച്ചാണ്. ടൈം. നമുക്ക് വ്യത്യസ്ത സമയങ്ങൾ അനുഭവപ്പെടും. നമ്മളിപ്പോ രാവിലെ എന്ന് പറയാറുണ്ട്, ഉച്ച എന്ന് പറയാറുണ്ട്, വൈകുന്നേരം, രാത്രി. ആക്ച്വലി വി എക്സ്പീരിയൻസ് ടൈം ഡിഫറൻസസ്. ഫസ്റ്റ് വി ഓൾറെഡി എക്സ്പ്ലെയിൻ സീസണൽ ചേഞ്ചസ് ഓർ സീസണൽ ഡിഫറൻസസ്. ഈ പാഠഭാഗത്ത് നമ്മൾ ആദ്യം വിശദീകരിച്ചത് ഋതുവ്യത്യാസങ്ങൾ, ഋതുഭേദങ്ങളെ കുറിച്ചാണ്, സീസണൽ ചേഞ്ചസിനെ കുറിച്ചാണ്, അതിനുള്ള കാരണങ്ങളെ കുറിച്ചാണ്. Next we are going to discuss about time or time differences. അടുത്തായി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്, സമയ വ്യത്യാസങ്ങളെ കുറിച്ചാണ്. സമയ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? Here you have to create idea about rotation. ഭ്രമണം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമണം. The earth rotates, its own axis is known as rotation. ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഒരു ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം എത്രയാണെന്ന് നോക്കൂ, 24 മണിക്കൂറാണ്. You know, the earth takes 24 hours to complete one rotation. ഒരു ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം
24 മണിക്കൂറാണ്. എങ്ങനെയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? The earth rotates from west to east. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. So we feel sun rise in the east and sunset in the west. അതുകൊണ്ട് നമുക്ക് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും അനുഭവപ്പെടുന്നു. ഭൂമിയിൽ സൂര്യപ്രകാശം ആദ്യം എത്തുക ഏത് ദിശയിലായിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും ആദ്യം എത്തുക. ഇന്ത്യയിൽ നോക്കൂ നിങ്ങൾ, ആദ്യം സൂര്യപ്രകാശം എത്തുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അവസാനം എത്തുന്നതോ ഗുജറാത്താണ്. ആദ്യം എത്തുന്നത് അരുണാചൽ പ്രദേശിലാണ്, അവസാനം എത്തുന്നതോ ഗുജറാത്ത്. ഈ ആശയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. Next you know what is mean by local time. എന്താണ് പ്രാദേശിക സമയം? പ്രാചീന കാലത്ത് നിങ്ങൾക്കറിയാം, സൂര്യന്റെ ഉച്ചനില അതേപോലെ തന്നെ നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സമയം നിർണ്ണയിച്ചിട്ടുണ്ടായത്. In ancient time, time is calculated based on the apex position of the sun and the shadow cast by it. നേരത്തെ സമയം നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യന്റെ ഉച്ചനിലയെ അതേപോലെ തന്നെ നിഴലിനെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ന് സമയം നിർണ്ണയിക്കാൻ കണക്കാക്കാൻ നമ്മുടെ കയ്യിൽ ഉപകരണങ്ങളുണ്ട്. എന്താണ് പ്രാദേശിക സമയം? What is meant by local time? When the sun vertically reaches overhead, it is noon. Time is estimated based on the apex position of the sun is known as local time. അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേർമുകളിൽ വരും. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇത്തരത്തിൽ സൂര്യന്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി നിർണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം, ലോക്കൽ ടൈം. Here you have to create idea about this. What will be the complications if there are several local time in a country? What will be the complications if there are several local time in a country? ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? First, cannot prepare a railway timetable applicable throughout the country. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന രൂപത്തിൽ ഒരു റെയിൽവേ സമയം ക്രമീകരിക്കാൻ കഴിയില്ല. അതാണ് പ്രായോഗികമായ ഒരു പ്രശ്നം. Second, cannot give information on radio TV programs. റേഡിയോ ടി വി പരിപാടികളെ കുറിച്ച് നമുക്ക് അറിയിപ്പ് നൽകാൻ കഴിയില്ല. Then cannot conduct public examinations. പൊതുപരീക്ഷകൾ നടത്താനുള്ള പ്രയാസം. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലൊക്കെ തന്നെ പരീക്ഷകൾ നടത്താനുള്ള പ്രയാസം. ഇതാണ് ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാലുള്ള പ്രായോഗികമായ പ്രശ്നം. മനസ്സിലാക്കുക. ഇനി സമയ നിർണ്ണയത്തിലേക്ക് നമുക്ക് വരാം. We consider the angular distance of the earth as 360 degree. ഭൂമിയുടെ കോണീയ അകലം നമ്മൾ 360 ഡിഗ്രിയായി കണക്കാക്കാം. ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രിയായി കണക്കാക്കാം. ഈ 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. അതായത് 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. The earth takes 24 hours for 360 degree rotation. 24 hours means 1440 minutes. അതായത് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ്. 24
is equal to 1440 minutes. 1440 minutes. 1440 മിനിറ്റ്സ് ആണ് 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കും? 1 ഡിഗ്രി റൊട്ടേഷന് ഭൂമി എടുക്കുന്ന സമയം എത്രയായിരിക്കും? ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതായത് 1440 ഡിവൈഡഡ് ബൈ 360. 1440 ഹരിക്കണം 360. അതായത് 4 മിനിറ്റ് എടുക്കും. 1 ഡിഗ്രി റൊട്ടേഷന് 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റാണ്. 2 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം 8 മിനിറ്റ് ആണ്. 3 ഡിഗ്രി കറങ്ങാൻ 12 മിനിറ്റ്. അപ്പോൾ 15 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കും? 15 into 4, അതായത് 15 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റ് എടുക്കും. 15 ഡിഗ്രി കറങ്ങാൻ ഭൂമി 60 മിനിറ്റ് എടുക്കും. അതായത് 1 മണിക്കൂർ എടുക്കും. 360 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കുന്നു? 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്? The earth rotates from west to east. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ ഭൂമിയിൽ ആദ്യ സൂര്യപ്രകാശത്ത് എവിടെയാണ്? കിഴക്ക് ഭാഗത്തായിരുന്നു. You know, from a definite longitude, time is estimated to increase by 4 minutes towards the east and decrease by 4 minutes towards the west for every degree of longitude. അതായത് ഒരു നിശ്ചിത ലോങ്റ്റ്യൂഡിൽ നിന്ന്, രേഖാംശത്തിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സമയം കൂടുകയും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം കുറയുകയും ചെയ്യുന്നു. കിഴക്കോട്ട് സമയം കൂടുന്നു, പടിഞ്ഞാറോട്ട് സമയം കുറയുന്നു. ഇവിടെ ഈ ലോങ്റ്റ്യൂഡിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സമയം കൂടും, പടിഞ്ഞാറോട്ട് പോകുമ്പോഴോ സമയം കുറയുന്നു. അതായത് ഭൂമിയിൽ കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവും അനുഭവപ്പെടും. ലോകത്തെ 15 ഡിഗ്രി രേഖാംശീയ വ്യത്യാസത്തിൽ 24 സമയമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ലോകത്ത് 24 സമയമേഖലകൾ ഉണ്ട്. എത്ര ഡിഗ്രി വ്യത്യാസത്തിൽ? 15 ഡിഗ്രി രേഖാംശീയ വ്യത്യാസത്തിൽ. Actually, world is divided into 24 time zones based on 15 degree longitudes. മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സമയനിർണ്ണയത്തിൽ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീനിച്ച് സമയം, ഗ്രീനിച്ച് മീൻ ടൈം. 0 degree longitude is known as Greenwich line. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നത്. It acquires the name from Greenwich, the place where Royal British Observatory is situated. ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് വന്നത് എങ്ങനെയാണ്? ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വാനനിരീക്ഷണശാലയാണ് റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല, റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗ്രീനിച്ച്. We imagine that 0 degree longitude that passes through this place, Greenwich. അതായത് 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതായി നമ്മൾ സങ്കല്പിക്കുന്നു.
അതുകൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് വന്നിട്ടുള്ളത്. വേൾഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് based on 0 degree longitude or Greenwich line. ലോക സമയം നിർണ്ണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. സോ ഗ്രീനിച്ച് ലൈൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ലോക സമയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. സമയനിർണ്ണയത്തിൽ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആശയങ്ങളും ഇന്നെടുത്ത ആശയങ്ങളും കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഫസ്റ്റ്, what do you mean by local time? എന്താണ് പ്രാദേശിക സമയം? Then what will be the complications if there are several local time in a country? ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായുള്ള പ്രയാസങ്ങൾ എന്തെല്ലാം? Next, what do you mean by time zones? 24 സമയ മേഖലകളെ മനസ്സിലാക്കി. Then importance of Greenwich line.